ബി.ജെ.പിക്ക് അപ്പോഴും ഇത്തവണയും സ്റ്റാർ മണ്ഡലം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പല മണ്ഡലങ്ങളും ഇപ്പോൾ തിരുവനന്തപുരം പോലും അവരാ പറയുന്നതിനകത്തൊക്കെ ഉണ്ട്. എവിടെയെങ്കിലും ബി.ജെ.പിക്ക് അങ്ങനെ ഒരു സാധ്യത എവിടെയെങ്കിലും കാണും? എനിക്ക് അപ്പോഴും തോന്നിയിട്ട് എപ്പോഴും തോന്നുന്നില്ല. നരേന്ദ്രമോദി പറഞ്ഞ ഡബിൾ ഡിജിറ്റ് ഉണ്ടാവും. ഞാൻ ഡബിൾ ഡിജിറ്റ് ഉണ്ടാവാൻ ഒരൊറ്റ സാധ്യതയുള്ളൂ, രണ്ട് ഡിജിറ്റും പൂജ്യമായിരിക്കണം. അതാണ് യാഥാർത്ഥ്യം. അവർക്ക് ജയിക്കാനുള്ള സാധ്യത ഭയങ്കര കുറവാണ്. അവർ എല്ലാം വെച്ച് സ്ട്രോങ്ങസ്റ്റ് കൺസ്റ്റിറ്റ്യുവൻസി നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം തന്നെയാണ്. പക്ഷേ ഇവിടെ ഞാൻ എല്ലാ ദിവസവും പ്രചരണം ചെയ്യുമ്പോൾ എൻ്റെ ആത്മവിശ്വാസം കൂടി വരുന്നു. എനിക്ക് വലിയ സംശയമൊന്നുമില്ല ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച്. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് പറയുമ്പോൾ ഒരു മണ്ഡലം വളരെ മണ്ഡലം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടി ചോദിക്കാൻ. അത് ഇങ്ങനെയുള്ള മീറ്റ് കാൻഡിഡേറ്റ്സിലൊക്കെ ഓപ്പോണൻറ്റ് അല്ലെങ്കിൽ ഓപ്പോണൻറ്റ് കാൻഡിഡേറ്റ്സ് പറയുന്നൊരു കാര്യം, ടെക്നോ നഗരം എന്ന് പറയുന്നതിൽ എവിടെ എത്തി തിരുവനന്തപുരം? ഇന്ത്യയിൽ ഒരു 5 സ്റ്റേറ്റ് എടുത്താൽ അല്ലെങ്കിൽ 5 സ്ഥലം എടുത്താൽ അത് എവിടെയും തിരുവനന്തപുരം ഇല്ലല്ലോ എന്ന് ചോദിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. നേരിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ടാവും. ഞാൻ തന്നെ ചോദിച്ചതാണ്. 2009 വന്നപ്പോൾ ഇന്ത്യയിൽ എല്ലാ വെച്ച് പഴക്കമുള്ള ടെക്നോ പാർക്ക്, ആദ്യം സ്ഥാപിച്ച ടെക്നോ പാർക്ക് ദയനീയ സ്ഥിതിയിലായിരുന്നു. ആകെ 17,500 എംപ്ലോയീസേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു ഫേസേ ഉണ്ടായിരുന്നുള്ളൂ. കഴിക്കടം സ്റ്റേഷനിൽ രാവിലെയും ഉച്ചയ്ക്കും ഓരോരു ട്രെയിൻ മാത്രം നിൽക്കുന്നുണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാനാണ് ഇതിന് മുൻകൈ എടുത്തിട്ട് ചില അന്താരാഷ്ട്രീയ കമ്പനികൾ, പ്രസിദ്ധപ്പെട്ട കമ്പനികൾ ഇവിടെ വരാൻ വേണ്ടി ഇറങ്ങിയത്. ഓറക്കിൾ കമ്പനിയോടൊപ്പം ഞാനാണ് വീഡിയോ കോൺഫറൻസ് ചെയ്ത് ആദ്യം സമ്പർക്കം ചെയ്തിട്ട് അവരെ ആവശ്യപ്പെട്ടത് ഇവിടെ വരാനും നമ്മുടെ തിരുവനന്തപുരത്ത് സ്ഥാപനം തുറക്കാനും. അത് വലിയൊരു പ്രസിദ്ധപ്പെട്ട കമ്പനിയാണ്. അവരൊപ്പം പലവരും വന്നു. പിന്നെ നിസാൻ കമ്പനി, അതിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല, സംസ്ഥാന സർക്കാരിനും ആവശ്യമുണ്ടായിരുന്നു. ഒരു MP-യുടെ വാക്ക് മാത്രം അവർക്ക് പോരാ. പക്ഷേ അവരുടെ ആൾക്കാർ തന്നെ എന്നോട് രഹസ്യമായിട്ട് ആവശ്യപ്പെട്ടത് ഫ്രഞ്ച് ഭാഷ സംസാരിക്കുന്ന ചില ബോർഡ് മെമ്പേഴ്സ് ഉണ്ടായിരുന്നു ഈ തീരുമാനം എടുക്കേണ്ടത്. അവരുടെ ഭാഷയിലൊന്ന് സംസാരിച്ച് തിരുവനന്തപുരത്ത് ഗുണം പറഞ്ഞു കൊടുക്കുക പറഞ്ഞപ്പോൾ ഞാൻ വീഡിയോ കോൺഫറൻസ് വഴിക്ക് അവർ ഇറങ്ങി സംസാരിച്ചിട്ടാണ് അതും കൂടി ക്ലീൻ ചെയ്യാൻ സാധിച്ചത്. ഇങ്ങനെയൊക്കെ ഓരോരോ കമ്പനികൾ ഞാൻ കൊണ്ടുവന്നു. ഇപ്പോൾ ടെക്നോ പാർക്കിൽ ഇപ്പോൾ 70,000 വ്യക്തികളാണ്. ഞാൻ പല കമ്പനികളിൽ ഉദ്ഘാടനം കൂടി ചെയ്തിട്ടുണ്ട് അവരുടെ ഓഫീസ് സ്ഥാപിക്കുമ്പോൾ. അപ്പോൾ ടെക്കിൽ നല്ലൊരു വളർച്ച ഉണ്ടായിട്ടുണ്ട്. അതിനൊപ്പം അവർക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങൾ, ഉദാഹരണമാണ് കുറച്ചും കൂടി എൻ്റർടൈൻമെൻറ്റ് സാധ്യതകൾ, കുറച്ചും കൂടി റെസ്റ്റോറൻറ്റ്സ്, കോസ്മോപോളിറ്റൻ ഫുഡ്, വലിയ ഷോപ്പിംഗ്, ഇതൊക്കെ വന്നിട്ടുണ്ട്. ലുലു മോള് സ്ഥാപിക്കുമ്പോൾ യൂസുഫ് അലി പ്രസംഗം നോക്കിക്കോളൂ, അദ്ദേഹം പറഞ്ഞു ശശി തരൂർ ആവശ്യപ്പെട്ടൊരു കാര്യമാണത്. ഞാൻ എല്ലാവരുടെയും നമ്മുടെ നഗരത്തിനെ അത് മാത്രമല്ല, കൈക്കൊണ്ട് സ്റ്റേഷനിൽ ഇപ്പോൾ 8 ട്രെയിനാണ് നിർത്തുന്നത്, ഒക്കെ ഞാൻ പോയി ആവശ്യപ്പെട്ടതാണ്. ഞാൻ ആദ്യം പോയപ്പോൾ റെയിൽവേക്കാരെന്താ പറയാൻ തുടങ്ങിയത്, ഈ സ്റ്റേഷനിൽ ആരും ടിക്കറ്റ് മേടിക്കില്ല. ഞാൻ പറഞ്ഞു ടിക്കറ്റ് കൗണ്ടറിൽ എങ്ങനെ ടിക്കറ്റ് മേടിക്കും? നിങ്ങൾ ട്രൈ ചെയ്യൂ, ടിക്കറ്റ് കൗണ്ടർ സ്ഥാപിച്ചിട്ട് പിന്നെ നോക്കൂ എത്ര ആൾക്കാർ വരും ഇറങ്ങും. നിങ്ങൾ 2 ട്രെയിനിൽ നിർത്തുക. ഒരു കുറേ ശ്രമിച്ചിട്ടാണ് ഒരു എക്സ്പെരിമെൻറ്റിന് അവർ 2 ട്രെയിനിൽ നിർത്തിയത്. പിന്നെ അവർ അതിശയപ്പെട്ടു, ഇത്ര ആൾക്കാർ ടിക്കറ്റ് മേടിക്കണം, ഇത്ര ആൾക്കാർ വരണ്ടായിരുന്നു. അങ്ങനെ തന്നെ തുടർന്നത്. പിന്നെ പുതിയ സ്റ്റോപ്പേജസ് വരാൻ തുടങ്ങി. ഇന്നാളും കൂടി ഈ ഇലക്ഷൻ്റെ പ്രഖ്യാപനത്തിൻ്റെ 2-3 ദിവസം മുമ്പ് നമ്മളൊരു പുതിയ ട്രെയിനിൻ്റെ ഫ്ലാഗ് ഓഫ് ചെയ്തു, അമൃത എക്സ്പ്രസിൻ്റെ സ്റ്റോപ്പ് ഇവിടെ കഴക്കൂട്ടത്ത്. അപ്പോൾ പല വ്യത്യാസങ്ങളും വന്നിട്ടുണ്ടെന്ന് ഒരു സംശയമില്ല. ഇനിയും വരാൻ ആഗ്രഹമുണ്ട്. ചില കമ്പനികൾ എന്നോട് പറയുന്നു, ഞാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ കണക്ടിവിറ്റി പോരാ, അതുകൊണ്ടാണ് ഇൻ്റർനാഷണൽ എയർപോർട്ടിനെ നന്നാക്കാനുള്ള ശ്രമത്തിൽ ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. ഒരു കാലത്ത് ഞാൻ എൻ്റെ പാർട്ടിയുടെ നിലപാടിന് മാറി നിൽക്കേണ്ടി വന്നു. കാരണം 2 പാർട്ടികളും കൂടി പറഞ്ഞു ഇത് സർക്കാർ നയിച്ചാൽ മതി, ഇത് PPP മോഡൽ കൊടുക്കരുതെന്ന്. ഞാനാണ് നിർബന്ധിച്ചിട്ട് പറഞ്ഞ് തിരുവനന്തപുരം എയർലൈൻ പാസഞ്ചേഴ്സിൻ്റെ ഒരു ആവശ്യമാണത്. നല്ല മോഡേൺ എയർപോർട്ട് ഒരു പ്രൈവറ്റ് സ്ഥാപനം നടത്തട്ടെ, എന്നിട്ട് അവർ കൂടുതൽ ഫ്ലൈറ്റ്സ് കൊണ്ടുവരട്ടെ, കൂടുതൽ ഫെസിലിറ്റീസ് കൊണ്ടുവരട്ടെ പറഞ്ഞിട്ട് ഞാൻ ആവശ്യപ്പെട്ടിട്ടാണ് അതിനുവേണ്ടി നിന്നത്. ഇനി നമ്മളുടെ ഫ്ലൈറ്റ്സ് കൂടിയാൽ നമുക്കൊരു സംശയവുമില്ല, കൂടുതൽ കമ്പനീസും വരും. ഉദാഹരണം, ഞാൻ ഇൻഡിഗോൻ്റെ എക്സിക്യൂട്ടീവ് വന്നിട്ട് അവരോട് സംസാരിച്ച് പറഞ്ഞു പൂനെക്ക് എന്തുകൊണ്ട് ഫ്ലൈറ്റില്ല. ടെക് മഹീന്ദ്രൻ എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവരുടെ ഉദ്യോഗസ്ഥന്മാരും അവരുടെ സീനിയർ ഒഫീഷ്യൽസ് ഇവിടെ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം ഫ്ലൈറ്റ്സില്ലേ പൂനെയാണ്. ഇപ്പോൾ ഇൻഡിഗോ ഒരു ഫ്ലൈറ്റ് കൊണ്ടുവന്ന ശേഷം മോശ സമയത്താണ്, രാവിലെ 5 മണി മറ്റാണ് ഫ്ലൈറ്റ്. എന്നാലും ഒരു ഫ്ലൈറ്റ് ഉണ്ട്. ഇനിയും നമ്മുടെ വളർച്ച കൂടുമ്പോൾ ഇനിയും ഫ്ലൈറ്റ്സ് വരും. UAE കോൺസുലേറ്റ് ആരോ കൊണ്ടുവന്നത്, ഞാൻ എൻ്റെ വ്യക്തിബന്ധങ്ങളെ ഉപയോഗിച്ചിട്ട് അവിടുത്തെ ഫോറിൻ മിനിസ്റ്ററെ സംസാരിച്ചിട്ട്, അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്താണ് ഹസൈന ഷെയ്ഖ് അബ്ദുള്ള, അദ്ദേഹത്തിനോട് സംസാരിച്ചിട്ടാണ് ഇവിടെ ഒരു UAE കോൺസുലേറ്റ് സ്ഥാപിക്കാൻ ആവശ്യപ്പെട്ടത്. അതിന് മുമ്പ്
ഞാനിത് ചെയ്യുന്ന മുമ്പ് എല്ലാ മലയാളിക്കും വേറെ സംസ്ഥാനങ്ങളിൽ പോയിട്ട് ഡൽഹിയിൽ പോയിട്ടാണ് വീസ അപ്ലൈ ചെയ്യേണ്ടി വന്നത്. കേരളത്തിലൊരു സ്ഥാപനം ഉണ്ടാകുന്നില്ല. ഇപ്പോൾ കൂടി മണക്കാടിൽ നിങ്ങൾക്ക് കാണാം ലൈനായിട്ട് നിൽക്കുന്ന മലയാളികൾ. അവർ സൗകര്യം കിട്ടിയില്ല. ഗ്രാമദേശത്ത് ഞാൻ മറന്നില്ല, നെയ്യാറ്റിൻകരയിൽ ഒരു പാസ്പോർട്ട് സേവ കേന്ദ്രം സ്ഥാപിച്ചു ഞാൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത്. അപ്പോൾ ഓരോരോ കാര്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നിന്നൊരു വ്യക്തിയാണ്. എനിക്ക് ഇവരൊന്നും ചെയ്തില്ല എന്ന് പറയുമ്പോൾ എനിക്ക് ചിരിക്കാനോ അത് ദേഷ്യം വരാണമെന്ന് അറിയില്ല. കാരണം ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് അഭിമാനത്തോടെ പറയാം, എൻ്റെ മുമ്പിലത്തെ ഏത് MP ചൂണ്ടിക്കാണിച്ചാലും ചെയ്തൊന്നും പറയാൻ സാധിക്കില്ല. എല്ലാറ്റിലും ഞാൻ ഇടപെട്ടിട്ടുണ്ട്.